കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു കൈപ്പോരിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഒരു പയ്യൻ വിളിച്ചു, തിരുവനന്തപുരത്ത് നിന്ന് കക്ഷി വിളിച്ചിട്ട് എന്താണ് ഈ ചുവട് ഇങ്ങനെ ചുവട് ചെയ്യാൻ പറ്റൂലെന്ന് ആ രീതിയിൽ പറഞ്ഞു. അപ്പോൾ കാരണം അത് കക്ഷി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഒരു ക്ലോസ് കോമ്പാക്റ്റ് കണക്കാണ്. അടിച്ച് ഫസ്റ്റ് അടിക്കുന്നു, അവിടെ നിന്ന് അടിക്കുന്നു, കാലുകൊണ്ട് കുത്തുന്നു. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് തടയുന്നു, അടിക്കുന്നു. ഈ രീതിയിൽ ഇല്ല എന്നാണ് കക്ഷി പറഞ്ഞത്. പക്ഷെ സംഭവം എന്ന് പറയുന്നത് നമ്മൾ തെക്കലിൽ തന്നെ പല രീതികളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ നിന്നുകൊണ്ട് ചെയ്യും. നിന്നുകൊണ്ട് ചെയ്യുന്ന ചില പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ആദ്യം ഇപ്പം എന്നെ ആദ്യം വിജയനാശൻ പഠിപ്പിച്ച രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അടി കയറി അടിക്കുന്നു, ഇടി ഇടി ചപ്പും. കുറച്ചുകൂടെ സേഫാണ്. കാരണം നമ്മൾ അടിക്കുമ്പോൾ കയറി അടിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പവർ കിട്ടും. തടുക്കുമ്പോൾ ഇറങ്ങി തടുക്കും. കാരണം കുറച്ചുകൂടെ നമ്മൾ സേഫാണ്. ഒരു പക്ഷേ തടുത്തില്ലെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഒരു പവർ ആഘാതം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അടിച്ച് അടി ഈ രീതിയിലാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇതിൻ്റെ വേറെ കൈപ്പോരുകളുണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. അവിടെ നിന്ന് നമ്മൾ കയറില്ല, അവിടെ നിന്ന് നമ്മൾ ക്ലോസ് ആയിട്ട് നിൽക്കും. അത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് ചെയ്യുന്നത്. ഒന്നിച്ച് നമ്മുടെ പുറകിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായിരിക്കും. നമുക്ക് പെട്ടെന്ന് ബാക്കിലോട്ട് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ലെങ്കിലും ഒരുപക്ഷെ നമ്മൾ ചുവരിലാണ് ചേർന്നിരിക്കുന്നത്. ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറകിലോട്ട് ഇറങ്ങാൻ ഒന്നും നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെയ്യുന്ന ചില പ്രത്യേക രീതിയിൽ ചെയ്യുന്ന ചുവടുകളാണ് നമ്മൾ കൈപ്പോരാണ് നമുക്ക് അന്ന് ചെയ്യുന്നത്. അതായത് നിന്നുകൊണ്ട് നമുക്ക് ബാക്കിലോട്ട് മാറാനുള്ള സ്ഥലം കിട്ടില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചുവരിൽ ചേർന്നിരിക്കും, അടിച്ച് ഇറങ്ങി തടുക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യും? വേറെ വഴിയില്ല. മുന്നേ അവിടെ നിന്ന് തടുക്കാനേ നമുക്ക് പറ്റും. അടിച്ച് ഇടതുകൊണ്ട് അടിച്ച് കാലം പിടിച്ച് ഇറങ്ങാൻ സ്ഥലം എന്ത് ചെയ്യാം? നമുക്ക് കൈയെടുത്ത് ഇറങ്ങി തടുക്കാനുള്ള സ്ഥലമില്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് കൈ കൊണ്ട് തട്ടി മാറ്റാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അടി കയറുന്നത് എത്രയാണ്? നമ്മുടെ ഗ്രോയിൻ ഭാഗത്താണ് അടി കയറുന്നത്. അതൊന്ന് തടുത്തേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെയ്യുന്ന ടൈപ്പാണ് കഴിഞ്ഞ ദിവസം കാണിച്ചത്. ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഈ രീതിയിൽ ചുവടേ ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ ഈ കളരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകെ കേരളത്തിലാണ് ഏറ്റവും മെയിനായിട്ട് കളരി ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ കുറേ ഭാഗങ്ങളിലോട്ടൊക്കെ കളരി വ്യാപിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ കേരളത്തിനകത്ത് തന്നെ വടക്കനും തെക്കനും ഉണ്ട്. ഈ തെക്കനിൽ തന്നെ തെക്കനകത്ത് കുറേ വിഭാഗങ്ങളുണ്ട്. അതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാശാൻ്റെ അടുത്ത് മാത്രം പഠിക്കുന്നവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ പഠിക്കുന്നത് മാത്രമാണ് ശരി എന്ന് പറയുന്ന ഒരു പ്രശ്നം. യഥാർത്ഥത്തിൽ അവർ പഠിക്കുന്നതും ശരിയാണ്, അത് ഒരു രീതിയാണ്. മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളതല്ല, അത് വേറെ രീതിയാണ് എന്നുള്ളതാണ്. അപ്പോൾ കക്ഷി കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞത് ചുമ്മാ നമ്മളെ കളരിയെ ഡീപ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസാണ്, ഊള വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് പെർഫെക്ഷൻ കുറവാണ്. പെർഫെക്ഷൻ കുറവെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തത് ഈ നമ്മളവിടെ കളരിയിൽ വന്നിട്ട് 1 മാസം ആയ ഒരു കുട്ടിയായിട്ടാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും പെർഫെക്ഷൻ കുറയും. പക്ഷേ ഇവരൊക്കെ നേരത്തെ നിന്ന് ചെയ്യുന്നവരാണ്. അപ്പോൾ പെർഫെക്ഷൻ്റെ കേസ് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് സമർത്ഥിക്കരുതെന്നുള്ളതാണ്. അതായത് ഈ അല്പജ്ഞാനികളുടെ ഒരു പ്രശ്നമാണ്. അവർ ചെയ്യുന്നത് മാത്രം ശരിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പം നമ്മൾ സാധാരണ അങ്ങനെയല്ല. അപ്പം നമ്മൾ മാത്രം ശരി, മറ്റുള്ളവരെല്ലാം തെറ്റാണെന്ന് പറയുന്നതും തെറ്റാണ്. അതുപോലെ ഈ തെക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ തെക്കൻ നമ്മൾ ചെയ്യുന്ന ചില രീതി അല്ലാതെ തന്നെ ചില പ്രത്യേക വിഭാഗങ്ങളുണ്ട്. ചില നാടാർ രീതികൾ, നാടാർ ശൈലിയിൽ ചില രഹസ്യമായിട്ട് നാടാർ ശൈലിയിൽ മാത്രം, അത് കുറച്ച് കുടുംബങ്ങൾ മാത്രം ഈ ചെയ്തു പോകുന്ന ചില രീതികളുണ്ട്. നമ്മൾ സാധാരണ ഹനുമാൻ വഴിയിലെ ചൂടൽ വഴി, പിന്നെ അതുപോലെ ഈ ഗരുഡ കൈ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചില പ്രത്യേക വിഭാഗങ്ങളുണ്ട്. അപ്പം അത് ഒരു വ്യത്യസ്തമായ സാധനങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. പക്ഷെ അത് മാത്രമല്ല ശരി, മറ്റതും ശരിയാണ്. പലരും പല രീതികളിലാണ് വരുന്നത്. അപ്പോൾ ഇത് തന്നെ നമ്മൾ ഹനുമാൻ വഴി, ഭീമൻ വഴി, ബാലി വഴി, സുഗ്രീവൻ വഴി, രാവണൻ വഴി, ഇങ്ങനെ പല വഴികൾ ചേർന്നാണ്. അപ്പോൾ ചിലവരുടെ കയ്യിലിരിക്കുന്നത് ഒരു വിഭാഗമായിരിക്കും, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും. വേറൊരു ആൾ പഠിച്ചിരിക്കുന്നത് വേറൊരു വിഭാഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ വ്യത്യാസങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക, അല്ലാതെ അത് തെറ്റാണെന്ന് പറയുന്നത് ശരിയായ രീതിയില്ല. അതിനു വേണ്ടിയാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത്. പിന്നെ വേറൊരു കാര്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചൊരു കക്ഷിയുടെ ഞാൻ ചോദിച്ചു റെട്ടൈ പ്രയോഗങ്ങൾ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രയോഗം അറിഞ്ഞു, പക്ഷെ അത് സമ്മതിച്ചതായി മനസ്സുമില്ല. അപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം ചുമ്മാ തർക്കുകയാണ്. അപ്പോൾ റെട്ടൈ പ്രയോഗങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ചുവരിൽ ചേർന്ന് നിൽക്കുമ്പോൾ ഏത് രീതിയിൽ ചെയ്യുന്നുള്ളത് അത് മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ഇടിച്ച് നമ്മൾ അതിൽ തടുക്കാതെ ചെയ്യുന്ന രീതികളുണ്ട്. നമ്മൾ ഇടിക്കുന്ന സമയത്ത് നമ്മൾ ചുവരിൽ ചേർന്ന് നിൽക്കും, ബാക്കിലോട്ട് മാറാൻ സ്ഥലമില്ല. അപ്പോൾ എന്ത് ചെയ്യും? വശത്തോട്ട് മാറും. നമ്മൾ വശത്തോട്ട് ഈ രീതിയിൽ മാറിയിട്ട് തിരിച്ചിടി കൊടുക്കുന്നു. ഇടത് തിരിച്ച് നമ്മൾ ഈ രീതിയിൽ മാറിയിട്ട് ഇങ്ങോട്ട് ഇടി കൊടുക്കുന്നു. ഈ രീതിയിൽ നമ്മൾ വശത്തോട്ട് മാറിയതിന് ശേഷം ചെയ്യുന്ന പ്രയോഗമാണ്. അടിച്ച് അതിൻ്റെ അടുത്തതിൽ നമ്മൾ തടുക്കുന്നു. തടുത്തതിന് ശേഷം ഇടിക്കുന്നു.
ഈ രീതിയിൽ വശത്തോട്ട് മാറി ചെയ്യുന്ന രീതികളുണ്ട്. കാരണം അത് നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്, വശത്തോട്ട് മാറുന്നുണ്ട്, ഇറങ്ങിയും കയറും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല രീതികളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പ്രയോഗങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കാതെ ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ തെറ്റാണെന്ന് പറയുന്നത് ശരിയല്ല. ഇതും ശരിയാണ്, അതും ശരിയാണ്.